അതറിഞ്ഞ അസുരന്മാർ കോപാകുലരായി ദേവന്മാരെ ആക്രമിച്ചു. ഇരു വിഭാഗവും തമ്മിൽ നടന്ന ഘോരയുദ്ധത്തിൽ അസുരന്മാർ പരാജിതരായി ജീവരക്ഷാർത്ഥം അവരുടെ വാസസ്ഥലമായ പാതാളത്തിലേക്ക് ഓടി. ഭഗവാൻ വിഷ്ണു അസുരന്മാരെ പിന്തുടർന്ന് പാതാളത്തിലേക്ക് പ്രവേശിച്ച് എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചു. അവിടെ വെച്ച് അസുരന്മാർ തട്ടിക്കൊണ്ടുപോയ ആ സുന്ദരിമാരെ വിഷ്ണു കാണുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ഭഗവാൻ വിഷ്ണു സ്വന്തം സൃഷ്ടികളായ അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. ഭഗവാൻ വിഷ്ണു വളരെ കാലം അവിടെ അവരോടൊപ്പം താമസിച്ചു. പാതാളത്തിൽ താമസിച്ചിരുന്ന കാലത്ത് വളരെ ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ നിരവധി പുത്രന്മാർ ഭഗവാൻ വിഷ്ണുവിന് പിറന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ പുത്രന്മാർ 3 ലോകങ്ങളിലും വസിക്കുന്നവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. എല്ലാ ദേവന്മാരും ഋഷിമാരും ശിവന്റെ സഹായം തേടി കൈലാസത്തിലേക്ക് പോയി. വിഷ്ണു ഭഗവാന്റെ ക്രൂരന്മാരായ പുത്രന്മാരെ നിഗ്രഹിച്ച് പാതാളത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഭഗവാനെ പുനഃസ്ഥാപിക്കുവാൻ അവർ ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവൻ വൃഷഭന്റെ രൂപത്തിൽ, അതായത് കാളയുടെ രൂപത്തിൽ പാതാളത്തിലേക്ക് നീങ്ങി.